ഹായ്, ഐ എം ശരണ്യ. ശരിക്കും ഏകദേശം ഒരു 2 വർഷം മുമ്പാണ് ഞാൻ ആദ്യമായിട്ട് വൈഎഫ്ഐനെ കോൺടാക്ട് ചെയ്യുന്നത്. ആ സമയത്ത് വേറൊരു ഏജൻസി ത്രൂ ഞാൻ എന്റെ പ്രോസസിംഗ് നടത്തി എനിക്ക് റിജക്ഷൻ കിട്ടിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു റിവ്യൂവിന്റെ ബേസിസിലാണ് ഞാൻ ആദ്യമായിട്ട് വൈഫിനെ കോൺടാക്ട് ചെയ്യുന്നത്. നമുക്കങ്ങനെ അത്ര കോൺഫിഡന്റ് ഒന്നും ആയിരുന്നില്ല, പക്ഷേ നല്ലൊരു റിവ്യൂ കണ്ടു, നമുക്ക് ചെയ്ത് നോക്കാം എന്ന് തീരുമാനിച്ച് ഞാൻ കോൺടാക്ട് ചെയ്തതാണ്. ശരിക്കും കോൺടാക്ട് ചെയ്ത് നമ്മുടെ വിസ പ്രോസസിംഗും ഡോക്യുമെന്റേഷനും ഒക്കെ തുടങ്ങിയ സമയത്താണ് ഇതിന് മുമ്പുള്ള ഏജൻസിയും വൈഫും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായത്. അതായത് അവരുടെ ഡോക്യുമെന്റേഷൻ എന്ന് പറഞ്ഞാൽ പക്കയായിരുന്നു. എന്താ പറയാ, അതിനു മുമ്പ് ചെയ്ത ഡോക്യുമെന്റേഷനിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാത്ത പല കാര്യങ്ങളും ഇവർ ക്ലിയർ ആയിട്ട് ചെയ്യുകയും ഒരു ടീം തന്നെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ മുമ്പ് ഒരു റിജക്ഷൻ കിട്ടിയതുകൊണ്ട് തന്നെ പേടിയായിരുന്നു. കാരണം എന്താണ് റീസൺ നമുക്ക് കറക്റ്റ് അറിയില്ല. അപ്പോൾ ഞാൻ എപ്പോഴും ഡൗട്ട് ചോദിക്കും, ഞാനെടുത്ത കോഴ്സിന്റെ ആണോ പ്രശ്നം, അല്ലെങ്കിൽ നമ്മുടെ ഡോക്യുമെന്റേഷൻ എന്തെങ്കിലും ഇതാണോ, ഇനി എന്തെങ്കിലും വേണോ, അങ്ങനെ എപ്പോഴും പേടിയും ടെൻഷനും ഒക്കെ ആയിട്ട് എപ്പോഴും എനിക്ക് ഡൗട്ട്സ് ചോദിക്കലായിരുന്നു. പക്ഷെ ഒരു ടീം തന്നെ നമ്മളെ കൂടെ നിന്നിട്ട് നമ്മുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ എന്റെ വിസ വൈഎഫ്ഐ ത്രൂ അപ്ലൈ ചെയ്തു. ഏകദേശം 20 ദിവസത്തിനുള്ളിൽ എന്റെ വിസ അപ്രൂവ് ആയി. അതിനുശേഷം ഞാൻ കാനഡയിലേക്ക് എത്തി. എന്റെ സ്പൗസിന്റെ വൈഎഫ്ഐ വഴിയാണ് ചെയ്തത്. അതും 30 ദിവസത്തിനുള്ളിൽ വിസ അപ്രൂവ് ആയി. ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഞങ്ങളുടെ വർക്ക് പെർമിറ്റ് എക്സ്റ്റൻഷൻ ഞങ്ങൾ അപ്ലൈ ചെയ്ത് അപ്രൂവ് ആയിട്ടിരിക്കുകയാണ്. സോ എനിക്ക് തോന്നുന്നു, എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് വൈഎഫ്ഐയോടാണ്. കാരണം എനിക്ക് എല്ലാവരുടെയും പേരൊന്നും ഓർമ്മയില്ല, പക്ഷേ ആദ്യമായിട്ട് ഞാൻ കോൺടാക്ട് ചെയ്തത് ജോമലാണ്. ജോമൽ, കാൽവിൻ, അലക്സ്, ആൻസി, റേച്ചൽ, അങ്ങനെ ഒരു ടീം തന്നെ അവരൊക്കെയായിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ കോൺടാക്ട് ചെയ്തത്. സോ അവരോടൊക്കെ എന്റെ താങ്ക്സ് പറയുന്നു. താങ്ക്സ് വൈഎഫ്ഐ.